ഇനി നമ്മൾ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പെർണോളിക് പ്രിൻസിപ്പിൾ ആണ്. അത് രണ്ടാമത്തെ വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ ലിക്വിഡ് ശുദ്ധ ഒഴുകുന്ന ഒഴുകുന്ന ഒരു ലിക്വിഡ് ആണ്. നമുക്ക് ഫ്രിക്ഷൻ എന്നാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ഫ്രിക്ഷൻ. ലിക്വിഡ് സർഫസിന്റെ ഇടയിൽ ഉണ്ടാവും ഫ്രിക്ഷനെ പറഞ്ഞു തരാം. വിസ്കോസിറ്റി frictional force between liquid layers is called viscosity. Viscous force എന്നാണ് പറയുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ലിക്വിഡ് ലെയേഴ്സിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറഞ്ഞു തരാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി അല്ല, വിസ്കസ് ഫോഴ്സ്. ഓക്കെ, പല ഫ്ലൂയിഡ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എണ്ണ പതുക്കെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ താത്തിയാൽ അത് പതുക്കെ ഒഴുകും. അണി താത്തി വെച്ചാൽ പതുക്കെ ഒഴുകി വരും. മറിച്ചൊരു വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിന് കഴിച്ചിട്ട് പെട്ടെന്ന് ഒഴിക്കുക. കറോസിനാണ് വെക്കുന്നത് പെട്ടെന്ന് ഒഴിക്കും. അപ്പൊ ലിക്വിഡ്സിന് തന്നെ പല പല ലിക്വിഡ്സിന് പല പല പ്രോപ്പർട്ടികൾ കാണും. അതിലെ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ എന്താണ് മൊബൈൽ ഫ്ലൂയിഡ്. മൊബൈൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒഴുകാൻ പറ്റുന്ന ഫ്ലൂയിഡ്സിനെ പറഞ്ഞ പേരാണ് മൊബൈൽ ഫ്ലൂയിഡ്. ലിക്വിഡ്സ് ഹാവിംഗ് ലോ വിസ്കോസിറ്റി ദേ ആർ കോൾഡ് മൊബൈൽ ഫ്ലൂയിഡ്. എക്സാമ്പിൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വാട്ടർ, നമുക്ക് ഇഷ്ടമുള്ള സാധനം കെറോസിൻ, അതുപോലെ ആൽക്കഹോൾ, ഇതൊക്കെ രണ്ടിന്റെ എക്സാമ്പിൾ ആണ് മൊബൈൽ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ. ഓക്കെ, അടുത്ത നോൺ മൊബൈൽ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞത്. താമര, അതേപോലെ ഹണി, കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് നോൺ മൊബൈൽ ഫ്ലൂയിഡ്. ഓക്കെ, നമുക്ക് അടുത്ത കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ലിക്വിഡ് ലൈനിൽ ഉണ്ടാവും ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഈ ലെയറിന്റെ വെലോസിറ്റി v1 എന്ന് എടുക്കുക, രണ്ടാമത്തെ ലെയറിന്റെ വെലോസിറ്റി v2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ d ആണെന്ന് എടുക്കുക, ഇത് തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് a ആണെന്ന്. അപ്പൊ ഈ രണ്ട് ലെയർസുകൾ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു അതിന്റെ ഏരിയയും രണ്ട് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ രണ്ട് വെലോസിറ്റിയുടെ ചേഞ്ച് എടുക്കുക ഡിവൈഡ് ബൈ അതും തമ്മിലുള്ള. അപ്പൊ ഇത് viscous force is directly proportional to area and velocity gradient. ഇതിനെ വായിക്കാനുള്ളത് velocity gradient എന്നാണ് വായിക്കാനുള്ളത്. velocity gradient. ഓക്കെ, അപ്പൊ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. ആ കോൺസ്റ്റന്റിനെ വിളിച്ച പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ദാറ്റ് ഈസ് ഈറ്റ. പുതിയൊരു ടേമാണ് ഈറ്റ. ഈറ്റ a into v2 minus v1 divided by v2. So coefficient of viscosity ഈറ്റ നമ്മൾ പറയാൻ ശ്രമിച്ചാൽ ഈറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഈ ഡീനെ മുകളിലോട്ട് എഴുതുക. സോ എഫ് ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ഈ എനെ താഴോട്ട് എഴുതുക ഇൻറ്റു ഈ v2 മൈനസ് v1 താഴോട്ട് v2 മൈനസ് v1. This is the equation for coefficient of viscosity. Eta is equal to f into d divided by a into v2 minus v1. ഇതിന്റെ പരീക്ഷയ്ക്ക് ഇതിന്റെ യൂണിറ്റ് നിരന്തരമായിട്ട് വരുന്നതാണ്. തവണയും തീർച്ചയായിട്ടും വരും. യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് വേണ്ടി ഇത് മുകളിലോട്ട് എഴുതിയാൽ ന്യൂട്ടൺ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ്. So the unit of coefficient of viscosity is Newton second divided by meters. Okay. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ലിക്വിഡ്സിന്റെ ഇടയിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് is directly proportional to area and velocity gradient. The coefficient of viscosity equation പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു കാര്യം പഠിക്കുന്നുണ്ട്. നിങ്ങൾ ടെർമിനൽ വെലോസിറ്റി എന്താണ്? ടെർമിനൽ വെലോസിറ്റി അതായത് നമ്മൾ ഒരു വിസ്കസ് ഫ്ലൂയിഡ് എടുക്കണം, കൊടുത്ത ലിക്വിഡ് എടുക്കണം, കാസ്റ്റർ ഓയിൽ, അതേപോലെയുള്ള ഹണി, അതേപോലെയുള്ള ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു വസ്തുവിനെ താഴോട്ട് വിടുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് ഈ വസ്തു താഴോട്ട് വരും. ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട് വരുന്നുണ്ട്. അത് ആക്സിലറേറ്റ് ചെയ്യും. ഇത് ആക്സിലറേഷൻ ഉണ്ട്. ഈ ലിക്വിഡ് മുകളിലത്തെ ഒരു ഫോഴ്സ്, ഫോഴ്സിനെ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ബോയിഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ബോയിഡ് ഫോഴ്സ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു ക്ലാസ്സിലൊക്കെ കിണറ്റിൽ നമ്മൾ വെള്ളം കോരുന്നില്ല. അപ്പൊ നമ്മളെ തൊട്ടി ഏറ്റവും താഴെ കിണറ്റിന്റെ അകത്താണ്. നമ്മളത് വലിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് വെള്ളം വരും. പക്ഷെ മറിച്ച് ആ തൊട്ടി കിണറ്റിന്റെ മുകളിലാണ്.
മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാരം കൂടുതലാണ്. അപ്പം ലിക്വിഡിലായിരിക്കുമ്പോൾ ലിക്വിഡ് എല്ലാം മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയും. ഇനി ഈ ബോഡി താഴോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ആ വിസ്കസ് ഫോഴ്സ്, അപ്പൊ ഈ രണ്ട് ഫോഴ്സുകൾ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ഈ ബോഡി താഴോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് ഫോഴ്സ് വരുന്നുണ്ട്. ഒന്ന് ബോയിന്റ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. ഇത് രണ്ടിന്റെ ഫലമായിട്ട് ഈ ബോഡിയിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബോഡിയിൽ കിട്ടുന്ന നെറ്റ് ഫോഴ്സിന്റെ ആൻസർ 0 ആണ്. നെറ്റ് ഫോഴ്സിന്റെ ആൻസർ 0 എന്ന് പറഞ്ഞാൽ മാസിന്റെ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആവും എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പിന്നെ ഈ ബോഡി നീങ്ങാൻ തുടങ്ങും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെ വിളിച്ച പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ ടെർമിനൽ വെലോസിറ്റിയിൽ എഴുതണം. When a body falling on a viscous fluid, the body is accelerated first. The buoyant force and viscous force will oppose the motion. After some time, the net force acting on the body is 0. The body attaining a constant velocity in the viscous fluid. That velocity is called terminal velocity. Very, very important. ഒരു ബോഡി വിസ്കസ് ഫ്ലൂയിഡിനകത്തോട്ട് നീങ്ങുമ്പോൾ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ബോയിന്റ് ഫോഴ്സും വിസ്കസ് ഫോഴ്സും. ആദ്യം ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സിന്റെ ഫലമായിട്ട് ആ ബോഡിയിൽ കിട്ടുന്ന നെറ്റ് ഫോഴ്സിന്റെ ആൻസർ 0 ആണ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ബോഡി നീങ്ങും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ വിസ്കസ് ഫോഴ്സ്? അത് ഒരു സൈന്റിസ്റ്റിന്റെ പേരാണ് സ്റ്റോക്സ്. സ്റ്റോക്സ് ഫോർമുല. സ്റ്റോക്സ് പറഞ്ഞത് ആ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡിയിൽ ഇതാണ് ആൻസർ 6π θ. ഓക്കെ, the viscous force acting on the body in a viscous fluid F is equal to 6π θ. F എന്നുള്ളത് വിസ്കസ് ഫോഴ്സ് ആണ്, θ എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, R എന്നുള്ളത് റേഡിയസ് ആണ്, T എന്നുള്ളത് ടെർമിനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു ബോഡി വിസ്കസ് ഫ്ലൂയിഡിനകത്തോട്ട് നീങ്ങുമ്പോൾ അതിന് ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിന്റെ ആൻസർ 6π θ ആണ്. അതും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബെർണോൾസ് അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻ കൂടെ കഴിഞ്ഞ് ഈ ടൈമിലുള്ള എല്ലാ പോർഷനും കംപ്ലീറ്റ് ആക്കി. പറയുന്നത് അത് ഒഴുകേണ്ടത് സ്റ്റഡി ഫ്ലോ ആയിട്ടാണ് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒഴുകണം. ഓക്കെ, ഞാൻ ഒരു പൈപ്പ് ഇങ്ങനെ എടുക്കുകയാണെന്ന് ഇതിന്റെ അകത്തുള്ള സ്റ്റഡി ആയിട്ടുള്ളത് ഫ്ലോ. ഓക്കെ, അത് നോൺ വിസ്കസ് ആണ്. അങ്ങനെയാണ് ബെർണോൾസ് പറഞ്ഞത്. പറഞ്ഞത് പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ ഉണ്ടാകുന്ന പ്രഷർ എടുക്കുക, കൈനറ്റിക് എനർജിയുടെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ആൻസർ കോൺസ്റ്റന്റ്. പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ അറിയാം, ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി. പൊട്ടൻഷ്യൽ എനർജി mgh ആണ് ഡിവൈഡഡ് ബൈ വി is a constant. Okay, pressure half availability, mass by molecular density എന്നാണ് വിളിച്ചത്. mass by molecular rho എന്ന് വിളിച്ചു. rho is a constant. ഈ എടുത്ത ഫ്ലൂയിഡിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്നുള്ളത് നോൺ വിസ്കസ് ഫ്ലൂയിഡാണ്, പിന്നെ അത് ക്ലീൻ ലൈനാണ്. For a non-viscous fluid, streamline of some of pressure, kinetic energy per unit volume, potential energy per unit volume is a constant. Okay, that's statement. For a non-viscous fluid, streamline of some of pressure, kinetic energy per unit volume, potential energy per unit volume is a constant.
So pressure of P and kinetic energy is half mv square energy. But V energy, potential energy, mg energy, but V energy is a constant. Mass by volume square density. So last equation P plus half mv square plus kg is a constant. ഇനി നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ വേറെ ഒരു കാര്യം പറയുന്നില്ല. ഈ ഇക്വേഷനിൽ നോക്കിയാൽ വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. ഈ ഒരു കേസിൽ മാത്രമേ നമ്മൾ എടുത്ത് പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഒരു എയറോപ്ലെയിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഈ ചോദ്യം എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ വരച്ചിരിക്കുകയാണ്. എയറോപ്ലെയിന്റെ വിങ്സ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിന്റെ വിങ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, എയറോപ്ലെയിൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ എയർ ബാക്കിലോട്ട് അടിക്കും, അതിനോട്ട് പോകുമ്പോൾ എയർ ബാക്കിലോട്ട് അടിക്കും ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഈ എയറോപ്ലെയിന്റെ വിങ്സ് ഒരു സ്പെഷ്യലി മെയ്ഡാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ മുകളിൽ കിട്ടുന്ന എയർ കൂടുതലും ഇവിടെ കിട്ടുന്ന എയർ കൂടുതലായിരിക്കും. അപ്പൊ വെലോസിറ്റി മുകളിൽ കിട്ടുന്ന പ്രഷർ കുറവായിരിക്കും, താഴെ കിട്ടുന്ന വെലോസിറ്റി കുറവായിരിക്കും, അപ്പൊ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ നോക്കിക്ക് ഇവിടുത്തെ പ്രഷർ കൂടുതൽ, മുകളിലുള്ള പ്രഷർ കുറവ്. അപ്പൊ എയർ ഹയർ പ്രഷർ നിന്ന് ലോ പ്രഷറിലോട്ട് തള്ളും. എയർ ഇതിനെ പിടിച്ച് സ്ഥാനം നിർത്തും. അതാണ് എയറോഫോയിലിന്റെ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. The wings of an aircraft are specially made. The wings of an aircraft are specially made. The aircraft moves forward, air moves back. The velocity of the air is more on the upper than the lower. By Bernoulli's principle, but velocity is more, pressure is less. So a low pressure region is created on the upper wing, and a high pressure region is created on the lower. Hence, the air can support aeroplane. അതിന്റെ മാർക്കായി ഇനി കഴിഞ്ഞ വർഷം വന്നത്, ഈ വർഷം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന അറ്റോമൈസർ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പ്രേ, സാനിറ്റൈസർ, അതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു അറ്റോമൈസർ എടുത്തിട്ടുണ്ട്, ജാറുണ്ട്, അതിന്റെ അകത്ത് ലിക്വിഡ് നിറച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു നാനോ ട്യൂബ് അതിന്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ക്യാപിലാരിറ്റി കാരണം ഒരു നാനോ ട്യൂബ് വെള്ളത്തിന്റെ അകത്ത് കിടക്കി വെച്ച് കഴിഞ്ഞാൽ ക്യാപിലാരിറ്റി കാരണം കുറച്ച് വെള്ളം പുറത്ത് വരും, ക്യാപിലാരിറ്റി കാരണം. ഇനി ഇവിടെ ഒരു സിലിണ്ടർ വിത്ത് പിസ്റ്റൺ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണ് സിലിണ്ടർ വിത്ത് പിസ്റ്റൺ? നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പണ്ട് നേഴ്സുമാർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കുത്തുമല്ലോ, അതിനെ പറയുന്ന പേരാണ്, ഇവിടെ ഇങ്ങനെ അടിക്കുന്ന സാധനം പറയുന്ന പേരാണ് പിസ്റ്റൺ. അപ്പൊ സിലിണ്ടർ വിത്ത് പിസ്റ്റൺ അറ്റാച്ച് പേര്. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, ഇതിന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളാൻ പറ്റും. ഇവിടെ ഉള്ള എയർ കൂടും. അപ്പൊ ഇവിടെ എയർ കൂടിയാൽ പ്രഷർ കുറയും. അപ്പൊ ഇവിടെ ഉള്ള പ്രഷർ കുറവും. അകത്ത് എയർ ഉള്ളത്, അപ്പൊ ഇവിടെ ഉള്ള പ്രഷർ കൂടുതൽ വരും. അപ്പൊ ഇവിടെ അകത്ത് പ്രഷർ കൂടുതലാണ്, വെളിയിൽ പ്രഷർ കുറവ്. അപ്പൊ ഈ ഹൈ പ്രഷറിന് ലോ പ്രഷറിലോട്ട് ഇങ്ങോട്ടൊരു തള്ളു കൊടുക്കും. ഓൾറെഡി ഇവിടെ വെള്ളം കുറച്ച് കയറി നിൽക്കുകയാണ്, ഇങ്ങോട്ട് തള്ളുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി കുറച്ചുകൂടി മുകളിലോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്ന് തള്ളുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഫൈൻ സ്പ്രേ കണ്ടോ. ഇംഗ്ലീഷ് പറയാം, atomizer consists of a jar. It is filled with liquid. A narrow tube is immersed by capillarity. Liquid moves upward. Okay. A cylinder with piston is attached as shown. If we push up the cylinder, the air moves forward. By Bernoulli's principle, velocity is more, pressure is low. So inside the pressure is high. Fluid can move from high pressure region to low pressure region and converted into fine spray. An atomizer consists of a jar is filled with liquid. A magnet is immersed as shown in the figure. Liquid rises due to capillarity. A cylinder with piston is attached as shown in the figure. If we push up this piston, air moves forward.
So velocity of air is small. By Bernoulli's principle, pressure is low. A high pressure region is made from the inside the jar. So liquid flow from high pressure region to low pressure region and converted into ice. That's the application. ഇനി നമുക്കൊരു നമ്പർ വരുന്നുണ്ട് അതിന് പറയുന്ന റെയ്നോൾഡ്സ് ആ നമ്പർ ഇതാണ് കാരണം അറിഞ്ഞിരിക്കണം R rho VV by rho VV by ഓക്കെ ഒരു ടേം അറിയാം റോ എന്നുള്ള ഡെൻസിറ്റി വി എന്നുള്ളത് വെലോസിറ്റി ബി എന്നുള്ളത് ഡയമെൻഷൻ ഈറ്റ എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഇവിടെ ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1000 ആണ് 1000 കാട്ടി ചെറുതാണെങ്കിൽ അത് സ്റ്റഡി ഫ്ലോ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയും സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും ഓക്കെ ഇനി 1000 കാട്ടിയും 2000 കാട്ടിയും മുകളിലാണെങ്കിൽ അത് എന്ത് ഫ്ലോ ആയിരിക്കും ചോദിച്ചാൽ അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും 1000 2000 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ പറയും ഇറഗുലർ ഫ്ലോ ആയിരിക്കും ഓക്കെ 1000 താഴെയാണെങ്കിൽ നമ്മൾ പറയും സ്ട്രീം ലൈൻ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആയിരിക്കും ഇവിടെ നമ്മൾ പറയും ഇറഗുലർ ഫ്ലോ ആണ് 2000 മുകളിലാണെങ്കിൽ ഇറഗുലർ ഫ്ലോ 1000 2000 ഇടയ്ക്കാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ ആണ് അത്രയും കാര്യങ്ങൾ നോക്കാം ഇനി ഒരു ചെറിയ കാര്യങ്ങളുണ്ട് അതും കൂടെ പരീക്ഷയ്ക്ക് നമുക്ക് കയറി വന്നാൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതും കൂടെ പറഞ്ഞുതരാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ലോയർ കൺഫർമേഷൻ ഓഫ് മാസ് ഇവിടെ ഈ കഴിക്കുന്നത് വെള്ളം ഒന്നും വിചാരിക്കുക ഇതാണ് ഒന്നാമത്തെ റീസൺ ഞാൻ ഇവിടെ ഒരു രണ്ടാമത്തെ റീസൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് മൂന്നാമത്തെ റീസൺ ഓക്കെ ഇവിടെ കൂടി വെള്ളം വരെ അതിന്റെ വെലോസിറ്റി B1 ആണ് ഇതിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ A1 ആണ് ഇവിടുത്തെ ഏരിയ A2 ആണ് ഇവിടുത്തെ വെലോസിറ്റി B2 ആണ് ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ ഈ കൂടി ഇവിടെ എത്തിയെന്ന് വിചാരിക്കും ഓക്കെ അത് എത്ര ദൂരം നീങ്ങി എക്സ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ദൂരം നീങ്ങി അതിന്റെ ദൂരം എക്സ് ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ ദൂരം നീങ്ങി അതിന്റെ ദൂരം x3 ആണ് ദൂരം ഇവിടെ വെലോസിറ്റി B3 ഏരിയ A3 ഇനി ഇത് എന്തിന്റെ സിഗ്നിഫിക്കൻസ് ആണെന്ന് വെച്ചാൽ ലോയർ കൺസർവേഷൻ ഓഫ് മാസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഞാൻ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ലോയർ കൺസർവേഷൻ അപ്പോൾ ഇവിടെയുള്ള മാസ് സെയിം ആണ് m1 m2 m3 ഞാൻ നേരത്തെ പറഞ്ഞു മാസിനെ നമ്മൾ ഇവിടെ കാണുന്നത് ഡെൻസിറ്റി ഇൻടു വോളിയം എന്നുള്ള രീതിയിലാണ് ഡെൻസിറ്റി ഇൻടു വോളിയം ഇവിടെ ലിക്വിഡ് മാറുന്നില്ല പോണ ഏത് ലിക്വിഡ് ആണ് ആ ലിക്വിഡിനെ ഈ ഓരോ സെക്ഷനിലൂടെ പോകണം അപ്പൊ ഡെൻസിറ്റി മാറും പക്ഷെ വോളിയം മാറുന്നത് T1 T2 T3 എഴുതുക ഈ റോ ഇത് വെട്ടിയേക്കാം വോളിയത്തിൽ നമുക്ക് ബേസ് ഏരിയ എന്ന് വെക്കാം ഇവിടുത്തെ ഏരിയ എന്നുള്ളത് A1 ആണ് ഹൈറ്റ് എന്നുള്ളത് ബേസ് ഏരിയ എന്നുള്ളത് x1 രണ്ടാമതെടുത്താൽ A2 x2 അടുത്തയാണെങ്കിൽ A3 x3 എന്ന് എഴുതും എല്ലാത്തിനെയും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യും ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത് സ്പീഡാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ളത് വെലോസിറ്റി ആണ് അപ്പോൾ നമുക്ക് A1 V1 എന്ന് എഴുതാം അതേപോലെ ഇതിന് പകരം A2 V2 എന്ന് എഴുതാം ഇവിടെ ആണെങ്കിലോ A3 V3 എന്ന് എഴുതാം ഇത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഏരിയ ഇൻടു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ഏരിയ ഇൻടു വെലോസിറ്റി ഈസ് എ എന്ന് പറഞ്ഞാൽ ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും അതാണ് നമ്മൾ ഈ മറ്റേ പൈപ്പിലൊക്കെ ഓസിലൊക്കെ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏരിയ കുറച്ചാൽ പെട്ടെന്ന് ഇഷ്ടം നമുക്ക് വെള്ളം ചാടും വെലോസിറ്റി കൂടും ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും ഏരിയ കൂടി വെലോസിറ്റി കൂടും ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലോയർ കൺഫർമേഷൻ ഓഫ് മാസ് ആണ് ലാസ്റ്റ് നമ്മൾ എത്തിയ ഇക്വേഷൻ അതും കൂടെ ജസ്റ്റ് നമ്മളിപ്പോ ഓഫീസിലേക്ക് നോക്കാൻ പോയത് വീഡിയോ 4 മൊഡ്യൂളുടെ ഈ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക കയറി പഠിക്കുക അപ്പോൾ ഈ വീഡിയോ വളരെ പ്രയാസപ്പെട്ടാണ് എടുത്തത് കാര്യം നമ്മൾ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് എക്സാമിന് അടുത്തെത്തി സെക്കൻഡ് ഇയർ ആണെങ്കിൽ അവരാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ലാബ് എക്സാം ഇന്ന് വരെ അവരുടെ എക്സാം ആണ് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മൾ ഒരു മനസ്സിലായിട്ട് അവരെ പഠിക്കുന്ന നമുക്കൊരു ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് +2 പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളാണ് ഒരു പേരെടുത്ത് ഞാൻ പറയാം ഒന്ന് ആർജിൻ ഒന്ന് രാമൻ ഒന്ന് ആദില് അവർക്ക് ഞാൻ ഈ പ്രത്യേക ഈ ഒരു വേദിയിൽ ഞാൻ താങ്ക്സ് പറയുന്നു 4 മൊഡ്യൂളിന്റെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് പഠിക്കുക
എന്ത് ചെയ്യാം, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതുക. നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വെരി ഓൾ ദി ബെസ്റ്റ്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.